വിശദമായ വാർത്തകളിലേക്ക്. പാചകവാതക ക്ഷാമം, ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കട്ടപ്പന നഗരസഭയിൽ 5 ഭക്ഷണശാലകൾ പൂട്ടി. 4 ഹോട്ടലുകളിൽ ഉച്ചയൂണ് ഒഴിവാക്കി അടയ്ക്കാതെ ചെറിയ നിലയിൽ പ്രവർത്തിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഹോട്ടൽ രംഗം പൂർണ്ണമായും അടയ്ക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇടുക്കി വിഷനോട് പറഞ്ഞു. കട്ടപ്പന മേഖലയിൽ പാചകവാതക ക്ഷാമം ഉണ്ടായതു മുതൽ 5 ഹോട്ടലുകളാണ് ഇതുവരെ പൂട്ടിയത്. വെള്ളയാങ്കുടി റോഡിലുള്ള ശരവണ ഭവൻ, മാസ് ഹോട്ടൽ, പുളിയമ്മലിലെ നിഗാര ഹോട്ടൽ എന്നിവയാണ് ഇന്നു മുതൽ അടച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിലെ ആര്യാസ്, അൽഫോൺസ എന്നിവയടക്കമുള്ള 4 ഹോട്ടലുകളിൽ ഉച്ചയൂണ് നിർത്തി. ദിവസം 3 ഗ്യാസ് സിലിണ്ടർ വരെ ഉപയോഗിച്ചിരുന്ന ഹോട്ടലുകളിൽ ഊണും കറികളുമെല്ലാം നിർത്തിയതോടെ 1.5 സിലിണ്ടറാക്കി ചുരുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി നീണ്ടുപോയാൽ കടകൾ പൂർണ്ണമായി അടയ്ക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കട്ടപ്പനയിലും പ്രദേശങ്ങളിലും ഏതാണ്ട് 5ഓളം ഹോട്ടലുകൾ അടഞ്ഞു പോവുകയും അതോടൊപ്പം മിക്ക ഹോട്ടലുകളിലും ഉച്ചയൂണ് നിർത്തിയ സാഹചര്യവുമാണ്. ഒരു ഹോട്ടൽ ഉടമയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു കെട്ടിടങ്ങളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പല കെട്ടിടങ്ങളിലും വിറക് അടുപ്പുകൾ വയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് ചെയ്തിട്ടുള്ള കിച്ചണുകൾ, ഇതിന് മുൻകാലങ്ങളിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് വിറക് കത്തിക്കാനുള്ള അനുവാദി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ള ഓരോ കിച്ചണുകളായതുകൊണ്ട് തന്നെ ആർക്കും തന്നെ നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ വരും. അതോടൊപ്പം ഗ്യാസ് കൂടി കിട്ടാതായപ്പോൾ നമ്മൾ ഇപ്പോൾ പല കടകളിലും ഉള്ള ഗ്യാസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉച്ചയൂണ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് നമുക്ക് ഈ ഉച്ചയൂണൊക്കെ നിർത്തി കഴിയുമ്പോൾ അതനുസരിച്ച് തൊഴിൽ നൽകാൻ കഴിയുന്നില്ല. ആ തൊഴിൽ നൽകാത്ത ഒരു അവസരം വരുമ്പോൾ അവർ അടുത്ത കടകളിലേക്കോ അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാകും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി ഒന്ന് മാറുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഉച്ചയൂണ് തുടങ്ങണമെങ്കിൽ നമുക്ക് തൊഴിലാളികളില്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ഒരു വിഷയം കൊണ്ട് നമുക്ക് സംജാതമായിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുകയാണ് ഓരോ കടകളിലും. പല കടകളിലും വിറകടുപ്പിൽ പൊറോട്ട മാത്രം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സാമ്പാറും വെച്ച് അത് കൊടുത്ത് അപ്പോൾ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പല രീതിയിലും ആണ് ഭക്ഷണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പ്രവർത്തനത്തെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ്. ഓരോ ചെറിയ കടകൾ, അതായത് കോഫി ബാറുകൾ പോലുള്ള ചെറിയ സ്ഥാപനങ്ങൾ, അവരൊക്കെ അന്ന് ഈ പ്രതിസന്ധി വരുമ്പോൾ ഉണ്ടായിരുന്ന ഗ്യാസുകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴും കട തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അവരും ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രതിസന്ധിയിലേക്ക് വരികയാണ്. കാരണം ഗ്യാസ് തീരുന്ന മുറയ്ക്ക് കടകൾ അടയ്ക്കേണ്ട സ്ഥിതിയാണ്. സ്ഥാപനങ്ങൾ അടച്ചതോടെ തൊഴിലാളികൾക്ക് പണിയില്ലാതെയായി. അതിഥി തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. പ്രതിസന്ധി മാറി കടകൾ തുറന്നാലും ഇവർ തിരിച്ചെത്തുമോ എന്ന ആശങ്കയുമുണ്ട്. വാതക ക്ഷാമത്തിനൊപ്പം ഹോട്ടലുകളും അടച്ചതോടെ ജനങ്ങൾ യാത്രകൾ ഉൾപ്പെടെ കുറയ്ക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ കച്ചവട സ്ഥാപനങ്ങളെയും പ്രതികൂലമായി ഇത് ബാധിച്ചിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.